സർ, കോഴിക്കോട് പേരാമ്പ്രയിൽ ഇലക്ഷൻ കൺട്രോൾ റൂം തുറന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഇലക്ഷൻ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ പേരാമ്പ്രയില്? അട്ടിമറിയാണോ എന്ന് പറയാൻ അതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഫോറത്തിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അസ്വാഭാവികമായി എന്തോ സംഭവിച്ചു എന്ന പ്രതീതി ഇപ്പോ പേരാമ്പ്രയിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് തീർച്ചയായും പരിഹരിക്കേണ്ട ബാധ്യത ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഉള്ള അധികാരികൾക്കുണ്ട്. ഇതുവരെയും കേരളത്തിലെ ടോട്ടൽ വോട്ട് ഓരോ നിയോജക മണ്ഡലത്തിലെയും പോൾ ചെയ്തത് എത്രയാണ്, എത്ര പേഴ്സൻറ്റേജ് വോട്ടാണ് എന്ന് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ട പല കാര്യങ്ങളും അതുമായി അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഫോറങ്ങളാണ്. പേരമ്പ്രയിൽ ഉണ്ടായ കാര്യത്തിലും എന്തോ ഒക്കെ പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട്. തീർച്ചയായും സ്ഥാനാർത്ഥികൾക്ക് നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു പെർമിഷൻ ഇല്ലാതെ ലോക്കറിൽ വച്ചിരിക്കുന്ന വളരെ സുരക്ഷിതമായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ഒരു വോട്ട് പെട്ടികൾ അതിരിക്കുന്ന സ്ഥലം സുരക്ഷിതമല്ല എന്നൊരു ഭീതി ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ഏതായാലും പേരാമ്പ്രയിലെ സംഭവം അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അതിന്റെ പ്രസ്താവനകൾ ഇറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് കൺട്രോൾ റൂം തുറക്കുന്നതിന് 24 മണിക്കൂർ മുന്നേ സ്ഥാനാർത്ഥികളെ അറിയിക്കണമെന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉള്ളതല്ലേ? ഈ പ്രോട്ടോകോൾ പോലും പാലിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. തീർച്ചയായും അത് വേണ്ടതാണ്, പാലിച്ചിട്ടില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ തൽക്കാലം നടപടികൾ എടുക്കാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല, അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണം. തീർച്ചയായും 24 മണിക്കൂർ മുമ്പ് അതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ കൺസെന്റ് വേണം. അതാണ് അതിന്റെ പ്രോട്ടോകോള്. ആ പ്രോട്ടോകോള് തെറ്റിച്ചു എന്ന് പറയുമ്പോൾ അത് തെറ്റിച്ചതിന് തുല്യമാണ്. അതിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇതുവരെ. അധികാരികൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? ശക്തമായിട്ടുള്ള ഒരു മത്സരം നടന്ന സ്ഥലമാണ് പേരാമ്പ്ര. അവിടെ ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ സർക്കാരും ഒത്തുകളിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ജനത്തിന് അങ്ങനെയൊക്കെ സംശയം ഉണ്ടാകല് സ്വാഭാവികമാണ്. അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് അവരുടെ ഡ്യൂട്ടിയാണത്. അത് ചെയ്യാതിരിക്കുന്നത് സംശയം കൂട്ടും. ഏതായാലും ഇപ്പോ അവിടെ ഒരു സ്ഥാനാർത്ഥികളൊക്കെ പെട്ടെന്ന് എത്തുകയും എല്ലാ പാർട്ടികളുടെ തന്നെ ആൾക്കാർ അവിടെ എത്തുകയൊക്കെ ചെയ്തപ്പോ അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. CPM ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? CPM അല്ലല്ലോ പ്രതികരണം നടത്തേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ വേണം. CPM പാർട്ടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ മാത്രമല്ല കേന്ദ്രത്തിനും അതിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോ CPMന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല എല്ലാവരുടെ ഭാഗത്തുനിന്നും അതിന് ഉത്തരം തരേണ്ടതാണ്. തരാത്തിടത്തോളം സമയം ഇതൊരു സംശയ ആയിട്ട് നിൽക്കും. ജനങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും. അല്ല, മറ്റു പാർട്ടിക്കാർ എല്ലാം തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. CPMനെ നമ്മൾ അതിലൊന്നും കണ്ടില്ല. സ്വന്തം പാർട്ടിക്ക് അങ്ങനെ വീഴ്ച പറ്റി എന്ന് പറയാൻ CPM വീഴ്ച പറ്റിയെന്നല്ല, അങ്ങനെ ജനങ്ങൾക്ക് ഇടയിൽ ഒരു ചർച്ചയുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഈ സമയത്ത് ഒരു കാര്യം ഓർമ്മ വരുന്നത്, പണ്ട് CITU-കാര് സമരം നടത്തിയപ്പോ അന്ന് ആലുവ പരിസരത്ത്, അപ്പോ CITU-വിന്റെ സമരത്തില് CPM ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് അന്ന് അടി കിട്ടി. ലാത്തി ചാർജ് പോലെ എന്തോ സിറ്റുവേഷൻ ഉണ്ടായി ആലുവയില്. അപ്പോ CITU അന്ന് നടത്തിയ സമരമായി ഞാൻ കേട്ടിട്ടുള്ളതാണ്, എന്റെയൊക്കെ വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ കേട്ടതാണ്. ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് ചെയ്യുന്നത്? കോൺഗ്രസിലെ അന്ന് TH മുസ്തഫ അന്ന് DCC പ്രസിഡന്റോ മറ്റോ ആയിരുന്നു. അദ്ദേഹം ഇതിനെതിരെ ഒരു പ്രതിഷേധം കാണിച്ചു. അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ അണികള്
ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ തല്ലിയ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് പറഞ്ഞ കാലമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും CPM പ്രതികരിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ എന്നേ ഇപ്പൊ നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ കൺട്രോൾ റൂം തുറന്നപ്പോൾ അത് ഇന്റിമേഷൻ ലഭിച്ചത്, പേരാമ്പ്രയുടെ കൺട്രോൾ റൂം തുറന്നപ്പോൾ ഇന്റിമേഷൻ ലഭിച്ചത് കോഴിക്കോട് സൗത്തിനാണ്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ അവിടെ ഉണ്ട് അല്ലേ? പാളിച്ചകൾ അവിടെ ഉണ്ട്. പാളിച്ചകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമുക്ക് ആ റിപ്പോർട്ട്, പത്ര റിപ്പോർട്ട്, ന്യൂസ് അതിൽ നിന്നൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിലൊക്കെ ഒരു എന്തോ ഒരു സംശയം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംഭവം. അപ്പോ ഒരു ഈ പറയുന്ന പോലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും വീണ്ടും നമ്മൾക്കൊരു റീകൗണ്ടിങ്ങും റീപോളിങ്ങും ഒക്കെ വേണ്ടി വരുമോ പേരാമ്പ്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം? അത് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ഇതിനൊക്കെ CCTVയും ഒക്കെ ഉണ്ടാവുമല്ലോ, അന്വേഷണം നടക്കുമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു വളരെയേറെ പക്ഷപാതപരമായിട്ട് പെരുമാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കാവുന്ന ഇലക്ഷൻ കമ്മീഷൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അത് ഭരണകക്ഷിയാണോ പ്രതിപക്ഷ കക്ഷിയാണോ എന്ന് നോക്കാതെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തത് ഈ ഇലക്ഷനും നമുക്ക് നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ ആ കാര്യം ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ അതില് CCTV ഗവൺമെന്റൽ വീഴ്ചകള് ഒക്കെ ഉണ്ടാവോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പരിശോധിക്കാതെ ആ കാര്യം നമ്മളൊരു അഭിപ്രായം പറയണത് ശരിയല്ല. ഫാത്തിമ തഹലിയ പറയുന്ന പോലെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. അത് പക്ഷേ നമ്മൾ TP രാമകൃഷ്ണന്റെ പ്രതികരണം ഒന്നും കണ്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? അതാണ് ഞാൻ ഉത്തരം നേരത്തെ പറഞ്ഞു. അത് ഫാത്തിമ പ്രതികരിച്ചത് അവരുടെ വിഷമം അവർ പ്രതികരിച്ചു. രാമകൃഷ്ണന് അദ്ദേഹത്തിന് പ്രതികരിക്കുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല. അദ്ദേഹത്തിന് സാധാരണ ഒരു MLA പോലെ പ്രതികരിക്കാൻ പറ്റില്ല. അത് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ സോഴ്സും കിട്ടണം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഹിയർ സേയിങ്ങിലൂടെയാണ്. ഒരു വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒരു പ്രസ് റിലീസ് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ ഒഫീഷ്യൽ പ്രസ് റിലീസ് ഇല്ലാത്തടത്തോളം സമയം നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇവരൊക്കെ പ്രതികരിക്കട്ടെ. കാര്യങ്ങൾ ഗവൺമെന്റ്, നിങ്ങൾ പത്രക്കാരുൾപ്പെടെയുള്ളവർക്ക് ഈ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ചെയ്യൂ. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് മറ്റു സാധാരണ ആൾക്കാരെക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉള്ളിൽ കയറി പരിശോധിക്കാമല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യൂ. അങ്ങനെ എല്ലാ പത്രക്കാരും ചെയ്യട്ടെ. അപ്പോ ജനാധിപത്യം വിജയിക്കും. ഇവിടെ ഏതായാലും ഇത്ര ഒരു സംഭവം കൊണ്ട് ജനാധിപത്യത്തിന് വലിയ പരാജയമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ഒരവസ്ഥയില്ല. കാരണം ജനങ്ങൾ അപ്പൊ തന്നെ സംഘടിച്ചു, അവിടെ ചെന്നു. ഒന്നും അങ്ങനെ എന്തെങ്കിലും ഒരു തിരിമറി നടത്താൻ അങ്ങനെ സാധിക്കില്ല. പ്രത്യേകിച്ച് ജാഗ്രതയോടെയുള്ള ഒരു ജനക്കൂട്ടം അവിടെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഒരു വലിയ പാളിച്ച ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നു. അതിന് ഈ പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് പറയാൻ പറ്റില്ല. ഏതായാലും കേന്ദ്ര ഗവൺമെന്റിന് അടക്കം, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷണർക്ക് അടക്കം ഈ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അവരന്വേഷിക്കണം എന്നും ഇതിനെതിരെ കാര്യങ്ങൾ പഠിക്കണമെന്നും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് ഒരു അന്വേഷണം നടത്തണമെന്നും UDF ഉൾപ്പെടെയുള്ള കക്ഷികള് അങ്ങനെ ഒരു റിക്വസ്റ്റ് കൊടുത്തതായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അത്രയും ആ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും ഇനി കോടതി ഉണ്ടല്ലോ, കോടതിയിലും ഈ കാര്യം പറഞ്ഞു പോകാമല്ലോ. അതായത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയാം. പോലീസ് DGPക്ക് കൊടുക്കാമല്ലോ, മറ്റു പല അധികാരികൾക്കും കൊടുക്കാമല്ലോ. അത് എത്രമാത്രം അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്താണ് എന്ന് പബ്ലിക് ഡൊമൈനിൽ ഇല്ല ഇപ്പൊ. അപ്പോ പേരാമ്പ്രയിലെ വിധി എന്ത് തന്നെ ആയാലും അത് ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെ ആയിരിക്കും അല്ലെ ഇരു കാൻഡിഡേറ്റ്സിന്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. പേരാമ്പ്രയില് ഇപ്പോ അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് ഒരട്ടിമറിയും നടക്കില്ല. അവിടെ മിടുക്കിയായിട്ടുള്ള സ്ഥാനാർത്ഥി അവിടെ ജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ അത് ജാഗ്രത കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ഈ ജാഗ്രതയൊക്കെ കാണിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അവർ നല്ല ജാഗ്രത കാണിച്ചിട്ടുണ്ട്. UDFന്റെ ആയാലും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ആയാലും എല്ലാവരും ജാഗ്രത കാണിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അങ്ങനെ ജനാധിപത്യം വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.